യോഹന്നാൻ എഴുതിയ സുവിശേഷം. ക്രിസ്തുവിൻ്റെ ആഗമനം. 1 വാക്യം. ലോക ആരംഭത്തിനു മുൻപ് വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. ആദിയിൽ അവൻ ദൈവത്തോടൊപ്പമായിരുന്നു. എല്ലാം അവനിലൂടെയാണ് ഉണ്ടാക്കപ്പെട്ടത്. അവനെ കൂടാതെ സൃഷ്ടിക്കപ്പെട്ടതൊന്നും ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, എന്നാൽ ഇരുട്ട് അതിനെ പരാജയപ്പെടുത്തിയില്ല. യോഹന്നാൻ എന്നു പേരായ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ദൈവം അയച്ചതാണ് അയാളെ. വെളിച്ചത്തെപ്പറ്റി മനുഷ്യരോട് പറയാനാണ് അവൻ വന്നത്. യോഹന്നാനിലൂടെ എല്ലാവരും വെളിച്ചത്തെപ്പറ്റി കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. പക്ഷേ യോഹന്നാൻ വെളിച്ചമായിരുന്നില്ല, എന്നാൽ അവൻ പ്രകാശത്തെപ്പറ്റി പറയാൻ വന്നവനാണ്. യഥാർത്ഥ പ്രകാശം ലോകത്തിലേക്ക് വരികയായിരുന്നു. ആ വെളിച്ചം ജനങ്ങൾക്ക് പ്രകാശം പകരും. വചനം ലോകത്തിലുണ്ടായിരുന്നു. അവനിലൂടെയാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷെ ലോകർ അവനെ അറിഞ്ഞിരുന്നില്ല. അവൻ്റേതായ ലോകത്തിലേക്ക് അവൻ വന്നു, എന്നാൽ അവൻ്റെ തന്നെ ആൾക്കാർ അവനെ അംഗീകരിച്ചില്ല. പക്ഷേ ചിലർ അവനെ അംഗീകരിച്ചു. അവർ അവനിൽ വിശ്വസിച്ചു. അവൻ അവർക്ക് ദൈവമക്കളാകുവാൻ അവകാശം നൽകി. സാധാരണ കുട്ടികൾ പിറക്കും പോലെയായിരുന്നില്ല അവൻ പിറന്നത്. മാതാപിതാക്കളുടെ രക്തത്തിൽ നിന്നോ പുരുഷന്റെ ആഗ്രഹത്തിൽ നിന്നോ അല്ല അവനുണ്ടായത്. ദൈവത്തിൽ നിന്നാണ് അവൻ പിറന്നത്. വചനം മനുഷ്യാകാരം പൂണ്ട് നമുക്കിടയിൽ പാർത്തു. പിതാവിൻ്റെ ഏകപുത്രനായവൻ്റെ തേജസ് നാം അവനിൽ കണ്ടു. വചനം കൃപയും സത്യവും കൊണ്ട് നിറഞ്ഞിരുന്നു. യോഹന്നാൻ ക്രിസ്തുവിനെ പറ്റി അവരോട് പറഞ്ഞു, എനിക്ക് ശേഷം വരുന്നവൻ എന്നേക്കാൾ ശ്രേഷ്ഠനാണ്. എനിക്ക് മുമ്പ് തന്നെ അവൻ ജീവിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. വചനം കൃപയും സത്യവും കൊണ്ട് നിറഞ്ഞിരുന്നു. അവനിൽ നിന്ന് നാം എല്ലാം വളരെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു. ന്യായപ്രമാണം മോശ വഴിയാണ് നൽകപ്പെട്ടത്. പക്ഷേ കൃപയും സത്യവും യേശുക്രിസ്തുവിലൂടെയാണ് വന്നത്. ആരും ദൈവത്തെ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ പുത്രനാണ് ദൈവം. അവൻ പിതാവിനോട് ഏറ്റവും അടുത്തവനാണ്. ദൈവത്തെ പുത്രൻ നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. യെരുശലേമിലെ യഹൂദർ ഏതാനും പുരോഹിതരെയും ലേവ്യരെയും നീ ആരാണ് എന്ന് ചോദിക്കാൻ യോഹന്നാൻ്റെ അടുത്തേക്ക് അയച്ചു. യോഹന്നാൻ സ്വതന്ത്രമായി സംസാരിച്ചു. മറുപടി പറയുവാൻ മടിച്ചില്ല. യോഹന്നാൻ വ്യക്തമായി പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല. അതുതന്നെയാണ് യോഹന്നാൻ ജനങ്ങളോടും പറഞ്ഞതും. അപ്പോൾ യഹൂദന്മാർ യോഹന്നാനോട് ചോദിച്ചു, പിന്നെ നീ ആരാണ്? ഏലിയാവോ? യോഹന്നാൻ മറുപടി പറഞ്ഞു, ഞാൻ ഏലിയാവും അല്ല. യഹൂദർ ചോദിച്ചു, നീ പ്രവാചകനാണോ? യോഹന്നാൻ മറുപടി പറഞ്ഞു, ഞാൻ പ്രവാചകനുമല്ല. അപ്പോൾ യഹൂദർ ചോദിച്ചു, നീ ആരാണ്? ഞങ്ങളോട് നിന്നെപ്പറ്റി പറയൂ. ഞങ്ങളെ അയച്ചവരോട് പറയാനൊരു മറുപടി തരിക. നിന്നെപ്പറ്റി നീ എന്താണ് പറയുന്നത്? യോഹന്നാൻ അവരോട് യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾ പറഞ്ഞു. കർത്താവിൻ്റെ വഴി നേരെയാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാനാകുന്നു. ഈ യഹൂദരെ അയച്ചത് പരീശന്മാരായിരുന്നു. അവർ യോഹന്നാനോട് ചോദിച്ചു, നീ ക്രിസ്തുവല്ലെന്ന് നീ പറയുന്നു, ഏലിയാവോ പ്രവാചകനോ അല്ലെന്നും പിന്നെ എന്തിന് നീ സ്നാനം കഴിപ്പിക്കുന്നു? യോഹന്നാൻ മറുപടി പറഞ്ഞു, ഞാൻ ജനങ്ങളെ വെള്ളത്തിലാണ് സ്നാനപ്പെടുത്തിയത്. എന്നാൽ നിങ്ങൾക്കറിയാത്ത ഒരുവൻ നിങ്ങൾക്കിടയിലുണ്ട്. എനിക്ക് ശേഷം വരുന്നവനാണവൻ. അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളി അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. യോർദാൻ നദിയുടെ മറുകരയിലുള്ള ബെഥാന്യയിലാണ് ഇതൊക്കെ സംഭവിച്ചത്. അവിടെ യോഹന്നാൻ സ്നാനപ്പെടുത്തുകയായിരുന്നു. പിറ്റേന്ന് യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് യോഹന്നാൻ കണ്ടു. യോഹന്നാൻ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപം അവൻ നീക്കുന്നു. ഞാൻ ഇവനെ പറ്റിയാണ് പറഞ്ഞത്. എനിക്ക് പിന്നാലെ ഒരുവൻ വരും, പക്ഷേ അവൻ എന്നേക്കാൾ ശ്രേഷ്ഠനാണ്,
കാരണം എനിക്ക് മുമ്പ് തന്നെ അവൻ ഉണ്ടായിരുന്നു, ഞാനോ അവനെ അറിഞ്ഞില്ല. യേശുവാണ് ക്രിസ്തുവെന്ന് ഇസ്രായേലിനെ അറിയിക്കുന്നതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ വന്നിരിക്കുന്നു. അനന്തരം യോഹന്നാൻ പറഞ്ഞു, ക്രിസ്തു ആരാണെന്ന് എനിക്കറിയാമായിരുന്നില്ല, പക്ഷേ ആളുകളെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുവാൻ ദൈവം എന്നെ അയച്ചു. ദൈവം എന്നോട് പറഞ്ഞു, ആത്മാവ് കാണുവന്ന് ഒരാളുടെ മേൽ ഇരിക്കുന്നത് നീ കാണും, അവനാണ് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നവൻ. യോഹന്നാൻ പറഞ്ഞു, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നതും അവൻ്റെ മേൽ ഇരിക്കുന്നതും ഞാൻ കണ്ടു. അതിനാൽ ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തു. പിറ്റേന്ന് തൻ്റെ 2 ശിഷ്യന്മാരോടൊത്ത് യോഹന്നാൻ വീണ്ടും നിൽക്കുകയായിരുന്നു. യേശു നടന്നു പോകുന്നത് യോഹന്നാൻ കണ്ടു. അയാൾ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ്റെ ഈ വാക്കുകൾ 2 ശിഷ്യന്മാരും കേട്ടു. അവർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞു നോക്കിയപ്പോൾ ആ 2 ശിഷ്യന്മാർ തന്നെ പിന്തുടരുന്നത് കണ്ടു. അവൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇരുവരും ചോദിച്ചു, റബി, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? യേശു പറഞ്ഞു, എൻ്റെ കൂടെ വന്നു കാണുക. അതിനാൽ അവരിരുവരും യേശുവിനോടൊപ്പം പോയി. യേശു താമസിച്ച സ്ഥലം അവർ കണ്ടു. ആ ദിവസം അവർ യേശുവിനോടൊപ്പം തങ്ങി. അപ്പോൾ സമയം 4 മണിയായിരുന്നു. യോഹന്നാൻ യേശുവിനെ പറ്റി പറഞ്ഞത് കേട്ടാണ് അവർ അവനെ അനുഗമിച്ചത്. അവരിൽ ഒരാളുടെ പേർ അന്ത്രയോസ് എന്നായിരുന്നു. അന്ത്രയോസ് ശീമോൻ പത്രോസിൻ്റെ സഹോദരനായിരുന്നു. സഹോദരനായ ശീമോനെ തേടി പിടിച്ച് കാണുകയാണ് അന്ത്രയോസ് ആദ്യം ചെയ്തത്. അന്ത്രയോസ് ശീമോനോട് പറഞ്ഞു, ഞങ്ങൾ മശിഹായെ കണ്ടെത്തി. മശിഹ എന്നതിന് ക്രിസ്തു എന്നർത്ഥം. എന്നിട്ട് അന്ത്രയോസ് ശീമോനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. യേശു ശീമോനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാൻ്റെ പുത്രനായ ശീമോനല്ലേ? നീ കേഫാവ്, പത്രോസ് എന്നറിയപ്പെടും എന്ന് വിളിക്കപ്പെടും. അടുത്ത ദിവസം യേശു ഗലീലയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. യേശു ഫിലിപ്പോസിനെ കണ്ടെത്തിയിട്ട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഫിലിപ്പോസ് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും നഗരമായ ബെത്സായിദയിൽ നിന്നു വന്നവനാണ്. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് ഓർക്കുക. വരാനിരിക്കുന്ന ഒരുവനെ പറ്റി മോശ എഴുതിയിട്ടുണ്ട്, പ്രവാചകന്മാരും അവനെപ്പറ്റി എഴുതിയിരിക്കുന്നു. ഞങ്ങൾ അവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ്റെ പേരാണ് യേശു, യോസേഫിൻ്റെ പുത്രൻ, നസ്രത്തിൽ നിന്നും വന്നവൻ. പക്ഷെ നഥനയേൽ ഫിലിപ്പോസിനോട് ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കാമോ? ഫിലിപ്പോസ് മറുപടി പറഞ്ഞു, വന്നു കാണുക. നഥനയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കാപട്യമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. നഥനയേൽ ചോദിച്ചു, നീ എങ്ങനെ എന്നെ അറിയും? യേശു മറുപടി പറഞ്ഞു, നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ തന്നെ ഞാൻ കണ്ടു. ഫിലിപ്പോസ് എന്നെപ്പറ്റി നിന്നോട് പറയുന്നതിന് മുമ്പായിരുന്നു അത്. അപ്പോൾ നഥനയേൽ യേശുവിനോട് പറഞ്ഞു, റബി, അങ്ങാണ് ദൈവപുത്രൻ, ഇസ്രായേലിൻ്റെ രാജാവാണ് നീ. യേശു നഥനയേലിനോട് പറഞ്ഞു, അത്തിമര ചുവട്ടിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടതായി പറഞ്ഞു. അതിനാൽ നീ എന്നിൽ വിശ്വസിക്കുന്നു. പക്ഷേ നീ അതിലും മഹത്തായത് കാണും. യേശു തുടർന്നു, ഞാൻ നിന്നോട് സത്യമായി പറയട്ടെ, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും.